ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കുന്നതിന് മുമ്പേ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളും നോക്കാം. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഹൊറർ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയായിരുന്നു ഭൂൽ ഭുലയ്യ 3 എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ HD പ്രിന്റ്, ലോ ക്വാളിറ്റി HD പ്രിന്റ് നേരത്തെ റിലീസ് ചെയ്തിരുന്നു, ലീക്കാക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് റൈറ്റ്സ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഡിസംബർ മാസം 27-ാം തീയതി ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ നെസ്ലം പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഐ ആം കാതൽ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമ തിയേറ്ററിൽ വലിയൊരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കാതെ പോയ സിനിമയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റിവ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിരുന്നെങ്കിലും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. മനോരമ മാക്സ് ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും അടുത്ത ആഴ്ചയോ അതിൻ്റെ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ ഡിസംബർ മാസം 27-ാം തീയതിയാണ് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് നമ്മുടെ മീര ജാസിം പ്രധാന വേഷം കൈകാര്യം ചെയ്ത പാലും പഴവും എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് നിന്ന് ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും അടുത്ത ആഴ്ച ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. കിലിൻ മർഫി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സ്മോൾ തിങ്സ് ലൈക്ക് ദീസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ആമസോൺ പ്രൈമിൽ ഡിസംബർ മാസം 16-ാം തീയതി ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബോയ് കിൽസ് വേൾഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് സിനിമ നേരത്തെ വന്നിരുന്നു. ഈ ഒരു സിനിമ എന്നുള്ളത് ഡബ്ഡ് വേർഷനാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഈ ഒരു സിനിമ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഡിസംബർ മാസം 20-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ലയൺസ്ഗേറ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. മൂൺ വാക്ക് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ജിയോ സിനിമ വഴി ഡിസംബർ മാസം 20-ാം തീയതി ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് മലയാളത്തിൽ റിലീസ് ചെയ്ത മർമാൻ ടീമിന്റെ പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഏഷ്യാനെറ്റിൽ ഈ സിനിമ സ്ട്രീം ചെയ്തതിനു ശേഷം മനോരമ മാക്സ് വഴി ഈ സിനിമ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളായിരുന്നു പുറത്തു വന്നിട്ടുള്ളത്. കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളൊക്കെ മനോരമ മാക്സിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ഓശാന എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളൊക്കെ മനോരമ മാക്സിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ അടുത്ത മാസം, അതായത് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഈ സിനിമകളുടെ ഒക്കെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, മനോരമ മാക്സിലാണ് ഒരുപാട് സിനിമകൾ, മലയാള സിനിമകൾ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. മനോരമ മാക്സിൽ പല്ലുട്ടി 90s കിഡ്സ് എന്ന സിനിമ പിന്നെ ഡിസംബർ മാസം 18-ാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 27-ാം തീയതി ഐ ആം കാതലം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും പഞ്ചായത്ത് ജെട്ടി, അതുപോലെ തന്നെ ഓശാന ഈ സിനിമകളൊക്കെ റിലീസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ള കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.